ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അതോടൊപ്പം തന്നെ രണ്ട് ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കൂടിയാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം. ആദ്യമേ തന്നെ ഞാൻ ആദ്യത്തെ ഹാപ്പി ന്യൂസ് അങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ ചാനൽ ഇപ്പോൾ 4K സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. സോ ഈ ഒരു അച്ചീവ്മെന്റിന് എന്നെ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. സോ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഈക്വലി വാല്യുബിൾ ആയിട്ടുള്ളവരാണ്. സോ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. ഈ വീഡിയോ ഇനി ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട് 3 ഇയേഴ്സ് ആയി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ആദ്യമേ കുറെ ട്രാവൽ വീഡിയോസും അതേപോലെ ഫണ്ണി വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അതിനുശേഷമാണ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് കടന്നത്. സോ അതിനുശേഷം കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. കൂടുതലും അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ കെയർ ജോബ് റിലേറ്റഡ് ആയിട്ടും അതേപോലെ സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നത്. എന്നെ അറിയാത്തവർക്കായി ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാനിയ. ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലിമറിക്കിലാണ്. എൻ്റെ ഹസ്ബൻഡും അയർലൻഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കൊരു കുട്ടിയുണ്ട്, എൽസ. അവൾക്കിപ്പം 11 months ആയി. ഷോർട്സ് ഒക്കെ കാണുന്നവർക്കറിയാം, ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഫാമിലിയൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കമന്റ്സിനൊക്കെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും കമന്റിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ശരിക്കും ഞാൻ കാണാതെ പോയതാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നഴ്സിംഗ്, കെയർ ജോബ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസ പ്രോസസ്സിങ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കത് പരിഗണിക്കാം. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യമാണ്. പലർക്കും അറിയാവുന്നതാണ്. മേലാത്തവർക്ക് വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാം ID കാണിച്ചേക്കാം. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നത് യൂട്യൂബിനെക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജസ് വരുന്നത്. നിങ്ങൾക്ക് ഉടനടി റിപ്ലൈ കിട്ടേണ്ടതാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു 2-3 ദിവസത്തിനുള്ളിലൊക്കെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. കാരണം എനിക്ക് അതിനുള്ള ടൈമേ കിട്ടാറുള്ളൂ. കാരണം ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. കൂടുതലും ഈ ഡൗട്ട്സ് ആണ്, ജോബ് റിലേറ്റഡും അതേപോലെ തന്നെ കെയർ ജോബ് റിലേറ്റഡും അതേപോലെ തന്നെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കുറേ ഡൗട്ട്സുകളൊക്കെയാണ് മെസ്സേജസ് വരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് 2-3 days ഒക്കെ ഡിലേ ആകാറുണ്ട്. കാരണം ഇത്രയും മെസ്സേജസിന് റിപ്ലൈ കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവർ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കുക. അപ്പം എനിക്ക് തോന്നുന്നത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്തിട്ടും റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആ മെസ്സേജ് കാണാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 3 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ആ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യാമെങ്കിൽ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോളും. മിസ്സായി പോകുന്നതായിരിക്കും ഇത്രയും മെസ്സേജസിൻ്റെ ഇടയിൽ. ഇൻസ്റ്റയിൽ മെസ്സേജസ് അയക്കുന്നവർക്ക് ഈ 2-3 days ഡിലേ വരുന്നത് ഈ ഡ്യൂട്ടി ഒക്കെ ഉള്ള ദിവസങ്ങളിലാകുമ്പോഴത്തേക്ക് നമുക്ക് 12 hours ഡ്യൂട്ടി ആണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്ത് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ടൈം കിട്ടാറില്ല. ചിലപ്പം 2 ദിവസമൊക്കെ അടുപ്പിച്ച് ഡ്യൂട്ടി വരും. സോ അങ്ങനെയുള്ള കേസിലാണ് ഈ 2-3 days ഡിലേ വരുന്നത് മെസ്സേജസിന് റിപ്ലൈ തരാനായിട്ട്. അപ്പം ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവർ പ്ലീസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് മെസ്സേജ് അയക്കുക. കെയർ വിസ പേപ്പർ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പേഴ്സ് അയച്ചിട്ട് ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്, ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വലഞ്ഞു പോകത്തുള്ളൂ. കാരണം ഞാൻ ആ പേപ്പർ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ നേഴ്സിംഗിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അപ്പം ഇനി രണ്ടാമത്തെ ആ ഒരു ഹാപ്പി ന്യൂസും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. സോ ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.